അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഇറാനുമായി സമാധാന ചർച്ചകൾ തുടരുന്നതിനിടെ അമേരിക്കൻ സെനറ്റിൽ നടന്ന ഒരു പ്രധാന വോട്ടെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് വലിയ ശ്രദ്ധ നേടുകയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വ്യക്തമായ സ്വാധീനമുള്ള സെനറ്റിലാണ് ട്രംപിന്റെ നിലപാടുകൾക്കെതിരായ ഒരു പ്രമേയം പാസായത്. ഇതോടെ അമേരിക്കയുടെ ഇറാൻ നയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ശക്തമായിരിക്കുകയാണ്. ചൊവ്വാഴ്ച നടന്ന വോട്ടെടുപ്പിൽ 50 അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ 48 പേർ എതിർത്തു. വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് പ്രമേയം പാസായത്. കോൺഗ്രസിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഇറാനെതിരെ കൂടുതൽ സൈനിക നടപടികൾ സ്വീകരിക്കുന്നത് നിയന്ത്രിക്കണമെന്നാണ് ഈ പ്രമേയത്തിന്റെ പ്രധാന ആവശ്യം. ഇതിനു മുമ്പ് പ്രതിനിധി സഭയും സമാനമായ ഒരു പ്രമേയം അംഗീകരിച്ചിരുന്നു. ആയതിനാൽ അമേരിക്കൻ കോൺഗ്രസിന്റെ ഇരുസഭകളും ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇറാനുമായുള്ള സംഘർഷം കൂടുതൽ വഷളാകാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയാണ് പല ജനപ്രതിനിധികളെയും ഈ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ പ്രേരിപ്പിച്ചത്. ഫെബ്രുവരി അവസാനത്തോടെ ആരംഭിച്ച സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ ഈ യുദ്ധത്തിന് രാജ്യത്ത് വലിയ ജനപിന്തുണ ലഭിച്ചില്ല എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. യുദ്ധം കൂടുതൽ വ്യാപിക്കുമോ എന്ന ആശങ്ക അമേരിക്കൻ ജനങ്ങൾക്കിടയിലും ഉയരുന്നുണ്ട്. ഈ സാഹചര്യം സെനറ്റിലെ വോട്ടെടുപ്പിലും പ്രതിഫലിച്ചതായി വിലയിരുത്തപ്പെടുന്നു. സാധാരണയായി വിദേശകാര്യങ്ങളിലും സൈനിക നടപടികളിലും പ്രസിഡന്റിന് വലിയ അധികാരങ്ങളുണ്ട്. എന്നാൽ യുദ്ധം പോലുള്ള ഗുരുതരമായ കാര്യങ്ങളിൽ കോൺഗ്രസിനും പ്രധാന പങ്കുണ്ടെന്നാണ് അമേരിക്കൻ ഭരണഘടന പറയുന്നത്. ആയതിനാൽ തന്നെ കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ സൈനിക നടപടികൾ വ്യാപിക്കരുതെന്നാണ് പ്രമേയത്തെ പിന്തുണച്ച അംഗങ്ങൾ അഭിപ്രായപ്പെട്ടത്. വോട്ടെടുപ്പിനിടെ നിരവധി സെനറ്റുമാർ തങ്ങളുടെ ആശങ്കകൾ തുറന്നു പറഞ്ഞു. പ്രസിഡന്റിന്റെ അധികാരങ്ങൾ എത്രത്തോളം വ്യാപിക്കണം, ഒരു യുദ്ധം എപ്പോൾ ആരംഭിക്കണം, എപ്പോൾ അവസാനിപ്പിക്കണം തുടങ്ങിയ വിഷയങ്ങളിൽ കൂടുതൽ വ്യക്തത വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും അവർ മുന്നറിയിപ്പ് നൽകി. അതേസമയം ഈ പ്രമേയം പാസ്സായതുകൊണ്ട് ഉടൻ തന്നെ അമേരിക്കൻ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ മാറ്റമുണ്ടാകുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. കാരണം ഇതൊരു നിയമമായി മാറിയിട്ടില്ല. ആയതിനാൽ ട്രംപ് ഭരണകൂടത്തിന്റെ നിലവിലെ നയങ്ങളെയും സൈനിക തീരുമാനങ്ങളെയും നേരിട്ട് തടയാനുള്ള ശക്തി ഈ പ്രമേയത്തിനില്ല എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതിനിടെ വൈറ്റ് ഹൌസ് ഇറാനിൽ ഉദ്യോഗസ്ഥരുമായി സമാധാന ചർച്ചകൾ തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇരു രാജ്യങ്ങൾക്കിടയിലും സംഘർഷം കുറയ്ക്കാനും ദീർഘകാല സമാധാനത്തിനുള്ള വഴികൾ കണ്ടെത്താനും ശ്രമങ്ങൾ നടന്നതായി അറിയുന്നു. എന്നാൽ ഈ ചർച്ചകളുടെ വിശദാംശങ്ങൾ പൊതുജനങ്ങൾക്ക് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. സെനറ്റിലെ വോട്ടെടുപ്പിനെ കുറിച്ച് ട്രംപ് ഭരണകൂടം ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. എന്നിരുന്നാലും മുൻപ് പലതവണയും പ്രസിഡന്റിന് വിദേശ രാജ്യങ്ങളിൽ സൈനിക നടപടികൾ സ്വീകരിക്കാൻ ഭരണഘടനാപരമായി അധികാരമുണ്ടെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുമ്പോൾ വേഗത്തിൽ തീരുമാനമെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് അവരുടെ വാദം. പക്ഷേ ഈ നിലപാടിനെ വിമർശിക്കുന്നവർക്ക് മറ്റൊരു അഭിപ്രായമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരാൾ മാത്രം എടുക്കരുതെന്നും ജനങ്ങളുടെ പ്രതിനിധികളായ കോൺഗ്രസ് അംഗങ്ങളുടെ അഭിപ്രായം നിർണായകമാണെന്നും അവർ പറയുന്നു. യുദ്ധം വ്യാപിക്കുന്നതിലൂടെ കൂടുതൽ മനുഷ്യജീവനുകൾ നഷ്ടപ്പെടാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഈ പ്രമേയത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അതിന്റെ പ്രാഥമിക മൂല്യമാണ്. വിദേശനയ കാര്യങ്ങളിൽ കോൺഗ്രസിന്റെ മേൽനോട്ട അധികാരം ഇപ്പോഴും ശക്തമാണെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. പ്രസിഡന്റിന്റെ അധികാരങ്ങൾക്ക് ചില പരിമിതികളുണ്ട്. പ്രധാന തീരുമാനങ്ങളിൽ ജനപ്രതിനിധികൾക്കും പങ്കുണ്ടെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. അതേസമയം വാഷിംഗ്ടണിൽ ഈ വിഷയത്തിൽ ഇപ്പോഴും വ്യക്തമായ രാഷ്ട്രീയ ഭിന്നതകൾ നിലനിൽക്കുന്നു. ചിലർ ദേശീയ സുരക്ഷയെ മുൻനിർത്തി പ്രസിഡന്റ് കൂടുതൽ സ്വാതന്ത്ര്യം നൽകണമെന്നാണ് പറയുന്നത്. മറ്റു ചിലർ യുദ്ധത്തിലേക്ക് നയിക്കാവുന്ന തീരുമാനങ്ങൾ കൂടുതൽ ചർച്ചകൾക്ക് ശേഷം മാത്രമേ എടുക്കാവൂ എന്നാണ് വാദിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ വളരെ നിർണായക ഘട്ടത്തിലാണ്. ഒരു വശത്ത് സൈനിക പിരിമുറുക്കം തുടരുമ്പോൾ മറുവശത്ത് നയതന്ത്ര ചർച്ചകളും സജീവമാണ്. ആയതിനാൽ വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് ലോകം ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നടന്ന സെനറ്റ് വോട്ടെടുപ്പ് ഒരു സാധാരണ രാഷ്ട്രീയ നടപടി മാത്രമല്ല, ഭാവി വിദേശ നയത്തെയും മധ്യപൂർവേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങളെയും ഇത് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. കോൺഗ്രസിന്റെ സമ്മർദ്ദം ട്രംപ് ഭരണകൂടത്തിന്റെ സമീപനത്തിൽ മാറ്റമുണ്ടാകുമോ, അതോ ഈ പ്രമേയം ഒരു രാഷ്ട്രീയ സന്ദേശമായി മാത്രം തുടരുകയോ എന്നത് വരും ആഴ്ചകളിൽ വ്യക്തമാകും. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം സമാധാന ചർച്ചകളും രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളും ഒരേ സമയം മുന്നോട്ട് പോകുന്ന സങ്കീർണമായ ഒരു സാഹചര്യമാണ് അമേരിക്കയും ഇറാനും നേരിടുന്നത്. ആയതിനാൽ അടുത്ത ഘട്ടത്തിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ ഇരു രാജ്യങ്ങൾക്കും മാത്രമല്ല ലോകരാഷ്ട്രീയത്തിനും വലിയ പ്രാധാന്യമുള്ളതായിരിക്കും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.